വെൽക്കം ബാക്ക് ടു ജയാസ് ഹോം സ്റ്റൈൽ കിച്ചൺ. ഞാൻ ഇന്ന് ഒരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇന്ത്യൻ രുചിബി ഫ്രൂട്ട് അല്ലെങ്കിൽ ഇലന്തപ്പഴം. ഇത് പഴുത്ത് കളഞ്ഞാലും വളരെ ടേസ്റ്റിയാണ്, അച്ചാറിടാനും നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇലന്തപ്പഴം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിഞ്ഞിട്ട് വരാം. അങ്ങനെ ഇലന്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, നമ്മളുടെ അച്ചാറിന് ആവശ്യമായ മുളക് പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം. ഉലുവയിട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനിടയിൽ ഞാൻ സ്കിപ്പായി പോയതാണ്, കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ നമ്മുടെ ഇലന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.